ഓക്കെ, അപ്പം നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. സോ നമ്മൾ എന്താ പറഞ്ഞുകൊണ്ടിരുന്നത്? വി ഡിസ്കസ്ഡ് അബൌട്ട് വാട്ട് ഈസ് മാഗ്നറ്റിക് മൊമെൻറ്റ്. ഓക്കെ, നമ്മൾ അവസാനമായിട്ട് പറഞ്ഞത് നമുക്ക് റിയൽ ലൈഫിൽ കാണുന്ന എല്ലാ മെറ്റീരിയൽസും ഉണ്ടാക്കിയിരിക്കുന്നത്, ബിൽഡ് ചെയ്തിരിക്കുന്നത് ആറ്റംസ് കൊണ്ടാണ്. all the materials are built with atoms and molecules. What are the constituents of atoms? According to basic Bohr model, we know atom contain a nucleus and electrons are moving around it. And we know electrons are charged particles. ഈ മൂവ് ചെയ്യുന്ന അല്ലെങ്കിൽ ന്യൂക്ലിയസിന് ചുറ്റും മൂവ് ചെയ്യുന്ന ഇലക്ട്രോൺസ് എന്താണ്? ചാർജ്ഡ് പാർട്ടിക്കിൾസ് ആണ്. അതിന് രണ്ട് തരത്തിലുള്ള മൂവ്മെന്റ് ഉണ്ട്, ഓർബിറ്റൽ ആൻഡ് സ്പിൻ മോഷൻ. സോ ഡ്യൂ ടു ദിസ് മൂവ്മെന്റ് ദർ വിൽ ബി കറസ്പോണ്ടിങ്ലി മാഗ്നറ്റിക് മൂവ്മെന്റ്. ഈ മൂവ്മെന്റ് കാരണം ഒരു കറസ്പോണ്ടിങ് ആയിട്ട് ഒരു മാഗ്നറ്റിക് മൂവ്മെന്റ് ഉണ്ടാവും. ബിക്കോസ് വി നോ വെൻ ചാർജ്ഡ് പാർട്ടിക്കിൾസ് ചാർജ്ഡ് പാർട്ടിക്കിൾ മൂവ് ചെയ്യുമ്പോഴാണ് മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാകുന്നത്. സോ കറസ്പോണ്ടിങ് ടു ഈച്ച് ഇലക്ട്രോൺ ദർ വിൽ ബി എ മാഗ്നറ്റിക് മൊമെന്റ് വെക്ടർ, ആൻഡ് based on the position and the other conditions of electrons, the magnetic moment vectors are arranged in random directions. പക്ഷേ ഇതിൻ്റെ ഇലക്ട്രോണിൻ്റെ പൊസിഷനും ആറ്റത്തിൻ്റെ പൊസിഷനൊക്കെ കൺസിഡർ ചെയ്യുമ്പോൾ ഈ മാഗ്നറ്റിക് മൊമെൻറ്റ് വെക്ടേഴ്സ് ഓരോ ഇലക്ട്രോണിൻ്റെ കേസിലും അല്ലെങ്കിൽ ഓരോ ആറ്റത്തിൻ്റെ കേസിലും റാൻഡംലി ഓറിയൻറ്റഡ് ആയിരിക്കും. ബട്ട് ഇഫ് വി അപ്ലൈ ആൻ എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡ്, നമ്മളൊരു എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡ് അപ്ലൈ ചെയ്യുന്ന സമയത്ത് വാട്ട് വിൽ ഹാപ്പൻ? ഓൾ ദീസ് മാഗ്നറ്റിക് മൊമെൻറ്റ് വെക്ടേഴ്സ് അലൈൻ ഇൻ ദ ഡയറക്ഷൻ ഓഫ് ദാറ്റ് മാഗ്നറ്റിക് ഫീൽഡ്. നമ്മൾ എക്സ്റ്റേണൽ അപ്ലൈ ചെയ്യുന്ന മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഡയറക്ഷനിൽ ഈ എല്ലാ മാഗ്നറ്റിക് മൊമെൻറ്റ് വെക്ടേഴ്സും അലൈൻ ചെയ്യും. സോ ദർ വിൽ ബി സോ എല്ലാം ഒരേ ഡയറക്ഷൻ അലൈൻ ചെയ്യുന്നു എന്നതിൻ്റെ അർത്ഥം എന്താണ്? സോ ദർ വിൽ ബി സിഗ്നിഫിക്കൻറ്റ് മാഗ്നറ്റിക് ഫീൽഡ് ഓർ മാഗ്നറ്റിക്. സോ നമുക്കതെല്ലാം സമ്മപ്പ് ചെയ്യാൻ പറ്റും. ഈ മാഗ്നറ്റിക് മൊമെൻറ്റ് ഓരോ ഇലക്ട്രോൺ അല്ലെങ്കിൽ ഓരോ ആറ്റത്തിൻ്റെ കേസിലും ഉള്ള മാഗ്നറ്റിക് മൊമെൻറ്റ് സമ്മ് ചെയ്ത് വി ക്യാൻ സേ ദർ വിൽ ബി നെറ്റ് മാഗ്നറ്റിക് മൊമെൻറ്റ് ഫോർ ദാറ്റ് മെറ്റീരിയൽ. സോ അപ്പാർട്ട് ഫ്രം മാഗ്നറ്റൈസിങ് ഫീൽഡ്, നമ്മൾ എക്സ്റ്റേണൽ അപ്ലൈ ചെയ്യുന്ന മാഗ്നറ്റിക് ഫീൽഡ് കൂടാതെ തന്നെ ഡ്യൂ ടു ദ പ്രോപ്പർട്ടി ഓഫ് ദിസ് മെറ്റീരിയൽ, ഈ മെറ്റീരിയലിൻ്റെ പ്രോപ്പർട്ടി കാരണം എന്തുണ്ടാവും? ഡ്യൂ ടു ദിസ് അറേഞ്ച്മെന്റ് ഓർ ഓറിയന്റേഷൻ ഓഫ് ദിസ് മാഗ്നറ്റിക് മൊമെന്റ്സ് ദർ വിൽ ബി എ മാഗ്നറ്റൈസേഷൻ, ദർ വിൽ ബി എ മാഗ്നറ്റിക് ഫീൽഡ് ഇൻസൈഡ് ദിസ് മെറ്റീരിയൽ. ഒരു മെറ്റീരിയലിന്റെ ഉള്ളിലും ഒരു മാഗ്നറ്റിക് ഫീൽഡ് രൂപപ്പെടും, ആൻഡ് ദാറ്റ് പ്രോസസ് ഈസ് കോൾഡ് മാഗ്നറ്റൈസേഷൻ. ഒരു മെറ്റീരിയലിനെ മാഗ്നറ്റൈസ് ചെയ്യുക എന്നതിന്റെ അർത്ഥം നമ്മൾ അതിനൊരു എക്സ്റ്റേണൽ ഫീൽഡിൽ കൊണ്ടുവച്ചാൽ മതി. അപ്പോൾ ഉള്ളിലുള്ള പല മാഗ്നറ്റിക് മൊമെന്റും ആ ഡയറക്ഷൻ അലൈ ചെയ്യുകയും, ആൻഡ് there will be an intrinsic magnetic moment due to this. And next term is pole strength. എന്താണ് പോൾ സ്ട്രെങ്ത് ഉള്ളത്? പോൾ സ്ട്രെങ്ത് ഈസ് ഡിഫൈൻഡ് ഫോർ എ പീസ് ഓഫ് മാഗ്നറ്റ്. ഒരു ബാർ മാഗ്നറ്റിന്റെ കേസിൽ അല്ലെങ്കിൽ സ്പെസിമെന്റെ കേസിലാണ് നമ്മൾ പോൾ സ്ട്രെങ്ത് എന്ന് പറയുന്ന ടേം ഡിഫൈൻ ചെയ്യുന്നത്. It is a quantity that corresponding to the amount of magnetic flux emanating from a given magnetic pole. If we take a single magnetic pole, നമ്മളൊരു നോർത്ത് പോളോ സൗത്ത് പോളോ കൺസിഡർ ചെയ്യുക, then how many magnetic field lines or what is the amount of magnetic flux originating from that line? നോർത്ത് പോളിന്റെ കേസിലാണെങ്കിൽ ആ നോർത്ത് പോളിൽ നിന്ന് എത്രത്തോളം മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് അല്ലെങ്കിൽ വാട്ട് ഈസ് ദ എമൗണ്ട് ഓഫ് മാഗ്നറ്റിക് ഫ്ലക്സ് ഒറിജിനേറ്റിംഗ് ഫ്രം ദാറ്റ് പോൾ, that is quantized by, and a quantity corresponding that amount is called pole strength. Pole strength എന്ന് പറയുന്നത് നമ്മൾ കൺസിഡർ ചെയ്യുന്നത് നോർത്ത് പോളോ സൗത്ത് പോളോ, ആ പോളിന് എത്രത്തോളം മാഗ്നറ്റിക് സ്ട്രെങ്ത് ഉണ്ട് അതാണ് ഉദ്ദേശിക്കുന്നത്. ദാറ്റ് മീൻസ് സ്പെസിമെൻ ഓഫ് ലെങ്ത് എൽ, നമ്മൾ എടുക്കുന്ന ബാർ മാഗ്നറ്റിന് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മെറ്റീരിയൽ സ്പെസിമെൻ ആണെങ്കിൽ ഈ കൺസിഡർ ദ ലെങ്ത് ഈസ് 12, അതിൻ്റെ ലെങ്ത് 12 ആണെന്ന് വിചാരിക്കുക. ദെൻ മാഗ്നറ്റിക് മൊമെന്റ് ക്യാൻ ബി ഡിഫൈൻഡ് as this m into 12, അല്ലെങ്കിൽ ഈ പോൾ സ്ട്രെങ്തിന് മാഗ്നറ്റിക് മൊമെന്റിന് നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റും. That means for a specimen of length 12, magnetic moment of that specimen or of that magnet can be defined as m into 12, where small m is the pole strength and 12 is the length of specimen. Okay, now we are going to study about what you mean by intensity of magnetization. So നമ്മൾ ഈ പല ടേംസും ഈ ടേംസ് എന്താണെന്ന് പഠിക്കേണ്ട ആവശ്യമില്ല, പക്ഷെ നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. കാരണം ഇനി വരുന്ന മാക്സ്വെൽസ് ഇക്വേഷൻ മറ്റ് പല ലോസിന്റെ കേസിലും ഈ ടേംസ് എന്താണെന്ന് മനസ്സിലായെങ്കിൽ മാത്രമേ നമുക്ക് മുമ്പോട്ട് പോകാൻ പറ്റുള്ളൂ. സോ what you mean by intensity of magnetization? എന്താണ് ഇന്റൻസിറ്റി ഓഫ് മാഗ്നറ്റൈസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, we already know what is magnetization. എന്താണ് മാഗ്നറ്റൈസേഷൻ നമ്മൾ പഠിച്ചല്ലേ? Magnetization means magnetizing an object by placing it in an external magnetic field.
ഒരു എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡിൽ നമ്മുടെ മെറ്റീരിയലിനെ എടുത്ത് പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ആ മെറ്റീരിയലിലെ മാഗ്നറ്റിക് മൊമെന്റ്സ് അലൈൻ ചെയ്ത് ദർ വിൽ ബി എ കറസ്പോണ്ടിങ്ലി സിഗ്നിഫിക്കൻറ്റ് മാഗ്നറ്റിക് മൊമെന്റ് ഇൻസൈഡ് ദാറ്റ് ആ മെറ്റീരിയലിൻ്റെ ഉള്ളിലെ മാഗ്നറ്റിക് മൊമെന്റ്സ് തന്നെ അലൈൻ ചെയ്ത് അതിനുള്ളൊരു മാഗ്നറ്റിക് ഫീൽഡ് ക്രിയേറ്റ് ചെയ്യും, അല്ലെങ്കിൽ ഒരു മാഗ്നറ്റിക് മൊമെന്റ് ക്രിയേറ്റ് ചെയ്യും. സോ വി ക്യാൻ സേ, അതുകൊണ്ട് തന്നെ നമുക്ക് എന്താ പറയും, ദാറ്റ് മെറ്റീരിയൽ ഈസ് മാഗ്നറ്റൈസ്ഡ് എന്ന് പറയാൻ പറ്റും. That process magnetization. Then intensity of magnetization is the measure how much a material is magnetized. നമ്മളൊരു എക്സ്റ്റേണൽ ഫീൽഡിൽ പ്ലേസ് ചെയ്ത് കഴിയുമ്പോൾ ആ മെറ്റീരിയൽ എത്രത്തോളം മാഗ്നറ്റൈസ് ചെയ്യപ്പെട്ടു, അതിൻ്റെ ഒരു മെഷർമെൻ്റ് ആണ് എന്ത്, it is intensity of magnetization. Or also it can be defined as the magnetic moment per unit volume of material. അതായത് നമ്മളൊരു ഫീൽഡിൽ പ്ലേസ് ചെയ്ത സമയത്ത് നമ്മൾ പറഞ്ഞു എന്താണ്, മാഗ്നറ്റിക് മൊമെന്റ്സ് ഒക്കെ ഒരു ആ ഫീൽഡിന്റെ എക്സ്റ്റേണൽ ഫീൽഡിന്റെ ഡയറക്ഷനിൽ അലൈൻ ചെയ്യും. So intensity of magnetization can also be defined as this magnetic moment. What is the, നമ്മളൊരു യൂണിറ്റ് വോളിയം എടുത്തു കഴിഞ്ഞാൽ how many magnetic moments or how much magnetic moments is there in unit volume of that material, because magnetic moment in that volume represents the magnetic strength of that material, or it represents how much magnetized the material is. Or the magnetization m is given by magnetic moment by volume per volume, or magnetic moment in a mu വെച്ച് റെപ്രസെന്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ് ക്യാൻ ബി കോൾഡ് as mu by v. mu തന്നെ വേണമെന്നില്ല, mu ഇനി സസെപ്റ്റിബിലിറ്റി എന്ന് പറയുന്ന പ്രോപ്പർട്ടിക്കൊക്കെ നമ്മൾ ഉപയോഗിക്കും. സോ mu കൂടുതൽ കൺസിഡർ ചെയ്യേണ്ട. So mu by v. Or what is magnetic moment? V related magnetic moment with pole strength. നമ്മൾ pole strength ആയിട്ട് റിലേറ്റ് ചെയ്തു. Magnetic moment is equal to m into 2l, where m is the pole strength. So magnetization capital M can be related to or intensity of magnetization capital M can be related to pole strength by replacing this magnetic moment by this expression m into 2l by v. So if we have a specimen of length 2l and pole strength m, then the magnetization of that material m is given by m into 2l by v. ഓക്കെ, സോ എന്താണ് ഇന്റൻസിറ്റി ഓഫ് മാഗ്നറ്റൈസേഷൻ എന്ന് പറഞ്ഞാൽ പഠിച്ചു. നെക്സ്റ്റ് വൺ, വാട്ട് ഐ മീൻ ബൈ മാഗ്നറ്റൈസിങ് ഫീൽഡ് ഇന്റൻസിറ്റി. ഇതാണ് മാഗ്നറ്റൈസിങ് ഫീൽഡ് ഇന്റൻസിറ്റി. ഇതൊരു സിമ്പിൾ ടേം ആണ്. മാഗ്നറ്റിക് ഫീൽഡ് ഇന്റൻസിറ്റി എച്ച്, ഇതിനെ റെപ്രസെന്റ് ചെയ്യുന്ന ലെറ്റർ എച്ച് ആണ്, ക്യാപിറ്റൽ എച്ച് ആണ്. അറ്റ് എനി പോയിന്റ് ഇൻ ദ മാഗ്നറ്റിക് ഫീൽഡ് ഈസ് ഡിഫൈൻഡ് ആസ് ദ ഫോഴ്സ് എക്സ്പീരിയൻസ്ഡ് ബൈ യൂണിറ്റ് നോർത്ത് പോൾ അറ്റ് ദാറ്റ് പോയിന്റ്. ഒരു യൂണിറ്റ് നോർത്ത് പോൾ ഓഫ് മാഗ്നറ്റ് നമ്മൾ ഏതെങ്കിലും ഒരു പോയിന്റ് ഒരു ഫീൽഡിൽ വെച്ച് കഴിഞ്ഞാൽ അതിന് എക്സ്പീരിയൻസ് ചെയ്യുന്ന ഫോഴ്സ് ആണ് എന്ത്, മാഗ്നറ്റിക് ഫീൽഡ് ഇന്റൻസിറ്റി. ഓർ ഇറ്റ് ഈസ് എ മെഷർ ഓഫ് ഹൗ സ്ട്രോങ് ഓർ വീക്ക് എനി മാഗ്നറ്റിക് ഫീൽഡ് ഈസ്. അതായത് നമ്മൾ പറഞ്ഞല്ലോ, ഒരു മെറ്റീരിയലിനെ മാഗ്നറ്റൈസ് ചെയ്യാൻ വേണ്ടി നമ്മൾ എന്താ ചെയ്യുന്നത്, we place that material in an external field, and this magnetic field intensity H represent the strength of magnetic field. നമ്മൾ അപ്ലൈ ചെയ്യുന്ന എക്സ്റ്റേണൽ ഫീൽഡിന്റെ സ്ട്രെങ്ത്തിനെ റെപ്രസെന്റ് ചെയ്യുന്ന ഒരു ടേം ആണത് മാഗ്നറ്റിക് ഫീൽഡ് ഇന്റൻസിറ്റി. ഓക്കെ, or it represents how strong or weak any magnetic field. നമ്മൾ അപ്ലൈ ചെയ്യുന്ന അപ്ലൈഡ് ഫീൽഡ് അല്ലെങ്കിൽ എക്സ്റ്റേണൽ ഫീൽഡ് എത്രത്തോളം സ്ട്രോങ് ആണ് അല്ലെങ്കിൽ എത്രത്തോളം വീക്ക് ആണ് എന്ന് റെപ്രസെന്റ് ചെയ്യുന്ന ഒരു ടേം ആണ് എച്ച്, ഓർ മാഗ്നറ്റിക് ഫീൽഡ് ഇന്റൻസിറ്റി. ഓക്കെ, നെക്സ്റ്റ് വി ആർ സ്റ്റഡിങ് അബൌട്ട് what you mean by magnetic susceptibility, and it is represented by a letter psi. Psi എന്ന ലെറ്റർ കൊണ്ടാണ് ഇത് റെപ്രസെന്റ് ചെയ്യുന്നത്. Magnetic susceptibility it is a measure of how much a material become magnetized in an applied magnetic field, or how easy or difficult to magnetize a material. ഒരു മെറ്റീരിയലിനെ മാഗ്നറ്റൈസ് ചെയ്യാൻ എത്രത്തോളം എളുപ്പമാണ് അല്ലെങ്കിൽ എത്രത്തോളം ബുദ്ധിമുട്ടാണ്, ഇതിനെ ക്വാണ്ടിഫൈ ചെയ്യുന്ന ഒരു ടേം ആണിത് മാഗ്നറ്റിക് സസെപ്റ്റിബിലിറ്റി. ഒന്നും കൂടി ഞാൻ ഡെഫിനിഷൻ വായിക്കാം. ഇറ്റ് ഈസ് ദ മെഷർ ഓഫ് ഹൗ മച്ച് എ മെറ്റീരിയൽ ബിക്കം മാഗ്നറ്റൈസ്. നമ്മളൊരു അപ്ലൈഡ് ഒരു എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡ് വെച്ച് കഴിഞ്ഞാൽ എത്രത്തോളം ഈ നമ്മുടെ മെറ്റീരിയൽ മാഗ്നറ്റൈസ്ഡ് ആവും. സോ ദിറ്റ് ഈസ് ബേസ്ഡ് ഓൺ ദി ഹൗ ദി മാഗ്നറ്റിക് മൊമെന്റ്സ് ആർ അറേഞ്ച്ഡ്. ഇപ്പം എല്ലാ മൊമെന്റ്സും നമ്മൾ എക്സ്റ്റേണൽ ഫീൽഡിന് അലൈൻ ചെയ്തിരിക്കണം എന്നില്ല, ഡ്യൂ ടു സം സർട്ടൈൻ റീസൺ. സോ മാഗ്നറ്റിക് സസെപ്റ്റിബിലിറ്റി ഓഫ് എ മെറ്റീരിയൽ റെപ്രസെന്റ്സ് ഹൗ മച്ച് എ മെറ്റീരിയൽ ക്യാൻ ബി മാഗ്നറ്റൈസ്ഡ്. എത്രത്തോളം ഒരു മെറ്റീരിയലിനെ മാഗ്നറ്റൈസ് ചെയ്യാൻ പറ്റും എന്നതിനെ റെപ്രസെന്റ് ചെയ്യുന്ന ടേമാണ് സസെപ്റ്റിബിലിറ്റി. ഓർ മാത്തമാറ്റിക്കലി വി ക്യാൻ റെപ്രസെന്റ്, ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് ദി റേഷ്യോ ഓഫ് മാഗ്നറ്റൈസേഷൻ ടു അപ്ലൈഡ് മാഗ്നറ്റൈസിങ് ഫീൽഡ് ഇന്റൻസിറ്റി എച്ച്. നമ്മൾ പഠിച്ചു വാട്ട് ഈസ് ഇന്റൻസിറ്റി ഓഫ് മാഗ്നറ്റൈസേഷൻ എം എന്ന് പഠിച്ചു. എം എന്നാൽ എന്താണെന്ന് പഠിച്ചു. അതായത് എത്രത്തോളം നമ്മുടെ മെറ്റീരിയൽ മാഗ്നറ്റൈസ് ആയി നമ്മളൊരു എക്സ്റ്റേണൽ ഫീൽഡ് അപ്ലൈ ചെയ്യുന്ന സമയത്ത്. ആൻഡ് എച്ച് ഈസ് ദ എക്സ്റ്റേണൽ ഫീൽഡ് ഇന്റൻസിറ്റി. അതായത് നമ്മൾ കൊടുക്കുന്ന എക്സ്റ്റേണൽ ഫീൽഡിന്റെ മാഗ്നറ്റിക് സ്ട്രെങ്ത് റെപ്രസെന്റ് ചെയ്യുന്ന ടേമാണ് എച്ച്.
that means magnetic field intensity H. So magnetic susceptibility can be defined as the ratio between this magnetization to applied magnetizing field. അതായത് മാഗ്നറ്റിക് സസെപ്റ്റിബിലിറ്റി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എത്രത്തോളം എളുപ്പത്തിൽ അല്ലെങ്കിൽ ഒരു അപ് ടു എത്രത്തോളം എക്സ്റ്റെൻഡിലേക്ക് ഒരു മെറ്റീരിയലിനെ മാഗ്നറ്റൈസ് ചെയ്യാൻ പറ്റും. അതെന്ന് പറയുന്നത് ഇൻറ്റൻസിറ്റി ഓഫ് മാഗ്നറ്റൈസേഷൻ്റെയും എക്സ്റ്റേണൽ മാഗ്നറ്റൈസിങ് ഫീൽഡ് ഇൻറ്റൻസിറ്റിയുടെയും റേഷ്യോ ആണ്. ഓക്കെ. Now magnetic susceptibility എന്താണ് പഠിച്ചു. Then next we are defining about what is magnetic permeability. What do you mean by magnetic permeability? It is defined as the property of a material to allow the magnetic field lines of force to pass through it. അതായത് ഒരു മെറ്റീരിയൽ കൂടി, ഇപ്പോൾ എയർ ആയിക്കോട്ടെ, ഇപ്പോൾ വാട്ടർ ആയിക്കോട്ടെ, ഇനി നമ്മളൊരു മെറ്റീരിയൽ ആയിക്കോട്ടെ, അതിൽ കൂടി മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസിനെ എത്രത്തോളം ഈ മെറ്റീരിയൽ അലോ പാസ് ചെയ്യാൻ സമ്മതിക്കുന്നുണ്ട്, അതിനെയാണ് മാഗ്നറ്റിക് പെർമിയബിലിറ്റി എന്നുകൊണ്ട് പറയുന്നത്. It is defined as the property of a material to allow magnetic field lines of force to pass through it. ഉദാഹരണത്തിന് ഇപ്പോൾ ഡയാമാഗ്നറ്റിക് മെറ്റീരിയൽസ് എന്ന് പറയുന്ന മെറ്റീരിയൽസ്, അങ്ങനെ ചില മെറ്റീരിയൽസ് എന്താണ് മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസിനെ ആ മെറ്റീരിയലിലൂടെ പാസ് ചെയ്യാൻ അനുവദിക്കില്ല. അപ്പോൾ അതിൻ്റെ അർത്ഥം മാഗ്നറ്റിക് പെർമിയബിലിറ്റി എന്ന് പറയുന്നത് വളരെ ഹൈ ഓർ ലോ ആണ് ആ ഒരു മെറ്റീരിയലിൻ്റെ കേസിൽ. സോ മാഗ്നറ്റിക് പെർമിയബിലിറ്റി ഇറ്റ് ഈസ് എ ടേം വിച്ച് റെപ്രസെന്റ് ഹൗ it is represents the property of a material to allow the magnetic field lines of a force pass through it. Also, mathematically representing it, it can be defined as the ratio of magnetic flux density through intensity of magnetizing field. Mathematically represent ചെയ്യുകയാണെങ്കിൽ magnetic permeability of a material can be defined as the ratio of flux density to the intensity of magnetic field. ഈ ഫ്ലക്സ് ഡെൻസിറ്റി എന്ന് പറയുന്നത് ഈ മെറ്റീരിയൽ കൂടി പാസ് ചെയ്യുന്ന മെറ്റീരിയലിന് ഒരു കറസ്പോണ്ടിങ് ആയിട്ട് മെറ്റീരിയലിൻ്റെ ഉള്ളിൽ ഒരു മാഗ്നറ്റൈസിങ് ഫീൽഡ് ഉണ്ടാവും. സോ വാട്ട് ഈസ് ദ ഫ്ലക്സ് ഡെൻസിറ്റി ഇൻസൈഡ് ദാറ്റ് മെറ്റീരിയൽ ആൻഡ് വാട്ട് ഈസ് ദ intensity of external magnetizing field, and ratio between these terms gives the magnetic permeability. സോ നമ്മൾ ഒരുപാട് ടേംസ് പഠിച്ചു, അവസാനം പഠിച്ചു മാഗ്നറ്റിക് പെർമിയബിലിറ്റി എന്താണെന്നാണ്. സോ ഈ റേഷ്യോസ് ഒക്കെ മനസ്സിൽ വെക്കുക. ഇതൊക്കെ നിങ്ങൾക്ക് ഈ ഡെഫിനിഷൻ വെച്ച് എന്താണെന്ന് മനസ്സിലാക്കി വെക്കുക. കൂടാതെ ഇതിൻ്റെ വാട്ട് ഈസ് ഇതിൻ്റെ റേഷ്യോ മനസ്സിലാക്കി വെക്കുക. സോ ഇത് നിങ്ങൾക്ക് ഉപകാരപ്പെടും. ഇത് പഠിക്കല്ലാതെ വേറെ വഴി ഒന്നും ഞാൻ കാണുന്നില്ല. നെക്സ്റ്റ് വൺ ഈസ് വാട്ട് ഡു യു മീൻ ബൈ റിലേറ്റീവ് പെർമിയബിലിറ്റി. റിലേറ്റീവ് പെർമിയബിലിറ്റി എന്നുകൊണ്ട് നിങ്ങൾ എന്താ ഉദ്ദേശിക്കുന്നത്? ഇറ്റ് ഈസ് ദ കമ്പാരിസൺ ഓഫ് പെർമിയബിലിറ്റി ഓഫ് മെറ്റീരിയൽ വിത്ത് പെർമിയബിലിറ്റി ഓഫ് എയർ ഓർ വാക്വം. നമ്മൾ പെർമിയബിലിറ്റി എന്താണെന്ന് പഠിച്ചു. പെർമിയബിലിറ്റി എന്ന് പറയുന്നത് എന്താണ്? മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസിനെ ഒരു മെറ്റീരിയലിലൂടെ എലോ ചെയ്യുന്നുണ്ടോ അതിനെ ക്വാണ്ടൈസ് ചെയ്യുന്ന ടേമാണ് മാഗ്നറ്റിക് പെർമിയബിലിറ്റി. നൗ റിലേറ്റീവ് പെർമിയബിലിറ്റി ഈസ് ദ കമ്പാരിസൺ ഓഫ് പെർമിയബിലിറ്റി ഓഫ് ദ മെറ്റീരിയൽ വിത്ത് ദ പെർമിയബിലിറ്റി ഓഫ് എയർ. അല്ലെങ്കിൽ വാട്ട് ഈസ് ദ പെർമിയബിലിറ്റി ഓഫ് എയർ ആർ വാക്വം. എയറിൽ കൂടിയും വാക്കത്തിൽ കൂടിയും വാക്കത്തിലും എന്താണ് വാട്ട് ഈസ് ദ മാഗ്നറ്റിക് പെർമിയബിലിറ്റിയുടെ വാല്യൂ എന്താണ്, അതിനെ ഒരു മെറ്റീരിയലിന്റെ പെർമിയബിലിറ്റി ആയിട്ട് കമ്പയർ ചെയ്യുന്നു. ദാറ്റ് ഈസ് റിലേറ്റീവ് പെർമിയബിലിറ്റി. വി ക്യാൻ ആ ടേമിന്റെ അർത്ഥം തന്നെ അതാണ്, റിലേറ്റീവ് പെർമിയബിലിറ്റി. നമ്മൾ റിലേറ്റ് ചെയ്യുന്നു, ഒരു മെറ്റീരിയൽ എടുക്കുന്നു, അതിന്റെ മാഗ്നറ്റിക് പെർമിയബിലിറ്റി എടുക്കുന്നു, അതിനെ നമ്മൾ എയറിലെ അല്ലെ വാക്കത്തിലെ പെർമിയബിലിറ്റിയോട് കമ്പയർ ചെയ്യുന്നു. സോ ഇറ്റ് ഈസ് ദ റേഷ്യോ ബിറ്റ്വീൻ ദ പെർമിയബിലിറ്റി ഓഫ് ദാറ്റ് മെറ്റീരിയൽ ഓർ മാഗ്നറ്റിക് പെർമിയബിലിറ്റി ഓഫ് ദാറ്റ് മെറ്റീരിയൽ വിത്ത് റെസ്പെക്ട് ടു magnetic permeability of vacuum, or relative permeability mu r equal to mu by mu zero, where mu is the permeability of material and mu zero is the permeability of air. And we know the permeability of air or vacuum is given by 4 pi into 10 raised to minus 7 Henry per meter. സോ നമ്മളിപ്പം കുറച്ച് മാഗ്നറ്റിക് ടേംസ്, ഒരു മെറ്റീരിയലിന്റെ മാഗ്നറ്റിക് പ്രോപ്പർട്ടീസിനെ ഡിഫൈൻ ചെയ്യാനുള്ള കുറച്ച് ടേംസ് പഠിച്ചു. ഏതൊക്കെയാണ്? We studied about magnetic moment. What is magnetic moment? Magnetic moment is it is a property which defines the magnetic strength of a material. And we define what is pole strength. ഒരു സ്പെസിമെൻ എടുത്തു കഴിഞ്ഞാൽ അതിന്റെ പോൾ സ്ട്രെങ്ത് എന്താണെന്ന് പഠിച്ചു. And we studied about what is the relation between magnetic moment and pole strength. Next one, we studied about what is magnetization, how we magnetize a material. ഒരു മെറ്റീരിയലിനെ മാഗ്നറ്റൈസ് ചെയ്യാൻ എന്ത് ചെയ്യണം? അതിനൊരു എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡിൽ പ്ലേസ് ചെയ്യുക. അപ്പോൾ അതിൻ്റെ ഓരോ ആറ്റത്തിൻ്റെയും മാഗ്നറ്റിക് മൊമെന്റ്സ് ഈ ഫീൽഡിൻ്റെ ഡയറക്ഷനിൽ പ്ലേസ് ചെയ്യാൻ ശ്രമിക്കും. സോ അതിന് ഒരു സിഗ്നിഫിക്കൻറ്റ് മാഗ്നറ്റിക് ഫീൽഡ് മെറ്റീരിയലിന് ഇൻട്രിൻസിക് ആയിട്ട് തന്നെ ബിൽഡപ്പ് ചെയ്യും.
ആ ഒരു പ്രോസസ്സിനാണ് മാഗ്നറ്റൈസേഷൻ എന്ന് പറയുന്നത്. Then what is intensity of magnetization? It represents how much a material can be magnetized. എത്രത്തോളം ഒരു മെറ്റീരിയലിനെ മാഗ്നറ്റൈസ് ചെയ്യാൻ പറ്റും. And it is defined as the magnetic moment per volume. Then we defined as what is the magnetizing field intensity. എന്താണ് magnetizing field intensity എന്താണെന്ന് പഠിച്ചു. And we studied about what is susceptibility, what is magnetic permeability, and at last we studied about what you mean by relative permeability. Now we are going to നമ്മൾ ഒരു ഡെറിവേഷൻ ആണ് എടുത്ത് പഠിക്കാൻ പോകുന്നത്. വാട്ട് ഈസ് ദ റിലേഷൻ ബിറ്റ്വീൻ ദിസ് മ്യൂ ആർ റിലേറ്റീവ് പെർമിയബിലിറ്റി ആൻഡ് കൈ. വാട്ട് ഈസ് ഇതിനെ നമ്മൾ കൈ എന്നാണ് വിളിക്കുന്നത്. CHI ഗ്രീക്ക് ലെറ്റർ കൈ ആണ് മാഗ്നറ്റിക് സസെപ്റ്റിബിലിറ്റി. വാട്ട് ഈസ് ദ റിലേഷൻ ബിറ്റ്വീൻ മാഗ്നറ്റിക് സസെപ്റ്റിബിലിറ്റി കൈ ആൻഡ് റിലേറ്റീവ് പെർമിയബിലിറ്റി മ്യൂ ആർ. So in order to know that, we want to know a fact. നമ്മൾ ഒരു കാര്യം പറയണം. When a magnetic material is placed on a magnetic field of uniform intensity H, അതായത് ഒരു H മാഗ്നറ്റൈസിങ് ഫീൽഡ് ഇന്റൻസിറ്റി ഉള്ള ഒരു മാഗ്നറ്റിക് ഫീൽഡിൽ നമ്മൾ ഒരു മെറ്റീരിയലിനെ പ്ലേസ് ചെയ്യുമ്പോൾ മാഗ്നറ്റിക് ഫ്ലക്സ് ലൈൻസ് വിൽ പാസ് ത്രൂ ഇറ്റ്സ് ഡ്യൂ ടു ഇൻഡക്ഷൻ. എന്ത് ചെയ്യും? മാഗ്നറ്റിക് ഫ്ലക്സ് ലൈൻസ് ഈ മെറ്റീരിയലിലൂടെ പാസ് ചെയ്യും. ആൻഡ് ദ മാഗ്നറ്റിക് ഫ്ലക്സ് ഡെൻസിറ്റി ത്രൂ ദാറ്റ് മെറ്റീരിയൽ, ഈ മെറ്റീരിയലിലൂടെ പാസ് ചെയ്യുന്ന magnetic flux lines in the density, the magnetic flux line, the density through the material is given by B. If we represent using B, it is given by mu 0 H plus M. What is mu 0 H plus M? This mu 0 H represents the magnetic field due to the external field. External field പിന്നെ കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടല്ലോ, അല്ലെങ്കിൽ എക്സ്റ്റേണൽ ഫീൽഡിന്റെ സ്ട്രെങ്ത് എത്രയാണ്, അതാണ് ഈ mu 0 H എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. H ഇവിടെ ഉണ്ട് ഓൾറെഡി. സോ ദിസ് ഈസ് ദ കോൺട്രിബ്യൂഷൻ ഓഫ് എക്സ്റ്റേണൽ ഫീൽഡ്. ആൻഡ് M, what you mean by M? M is the intensity of magnetization. So mu 0 M represents the intrinsic magnetic field or intrinsic flux density of this material. സോ നമ്മൾ പഠിച്ചു കഴിഞ്ഞു, ഒരു മെറ്റീരിയലിനെ നമ്മളൊരു എക്സ്റ്റേണൽ ഫീൽഡിൽ പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ അതിന് ഇൻട്രിൻസിക് ആയിട്ട് ഡ്യൂ ടു ഇറ്റ്സ് മാഗ്നറ്റിക് മൊമെന്റ്സ്, അതിന്റെ ഓരോ ആറ്റത്തിന്റെയും നെറ്റ് മാഗ്നറ്റിക് മൊമെന്റ് എക്സ്റ്റേണൽ ഫീൽഡിന്റെ ഡയറക്ഷനിൽ പ്ലേസ് ചെയ്യുന്നതുകൊണ്ട് തന്നെ അതിന് ഇൻട്രിൻസിക് ആയിട്ടൊരു മാഗ്നറ്റിക് മൊമെന്റ് എറൈസ് ചെയ്യും. കൂടാതെ ഒരു അതിനെ നമ്മൾ ഇന്റൻസിറ്റി ഓഫ് മാഗ്നറ്റൈസേഷൻ ആണ് അതിനെ ക്വാണ്ടിഫൈ ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിച്ചത്. സോ the total magnetic field inside so നമ്മളൊരു മെറ്റീരിയൽ പ്ലേസ് ഒരു എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡിൽ പ്ലേസ് ചെയ്ത ഒരു മെറ്റീരിയലിന്റെ ടോട്ടൽ മാഗ്നറ്റിക് ഫ്ലക്സ് ഡെൻസിറ്റി can be represented as B equal to mu 0 H plus M. H is the external field intensity and M is the intensity of magnetization. Now if we divide the both side with H, നമ്മൾ എന്ത് ചെയ്തു? രണ്ട് സൈഡിനെ H കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. Now what happens? Now here we have B by H. B by H. What is B by H? Magnetic permeability. B by H എന്ന് പറഞ്ഞാൽ നമുക്കറിയാം permeability is the ratio between flux density and intensity of external magnetic field. So for B by H we can write mu. Magnetic permeability നമുക്ക് അതിന് പകരം എഴുതാൻ പറ്റും. Then mu 0 into H by H. What is H by H is 1 here. And M by H, ratio between intensity of magnetization and intensity of magnetic field, intensity of external magnetic field. M by H എന്ന് പറഞ്ഞാൽ എന്താണ്? It is the magnetic susceptibility. We already studied what is susceptibility. It is the ratio of magnetization and to applied magnetizing field. So we can replace this B by H by mu susceptibility, sorry, B by H by permeability mu and M by H by chi, which is magnetic susceptibility. So we get that mu equal to mu 0 into 1 plus chi. ഈക്വേഷനിൽ നമ്മൾ എന്ത് ചെയ്തു? ജസ്റ്റ് H വെച്ച് ഡിവൈഡ് ചെയ്തു. അപ്പൊ നമുക്കറിയാം B by H എന്ന് പറയുന്നത് പെർമിയബിലിറ്റി ആണ്, M by H എന്ന് പറയുന്നത് സസെപ്റ്റിബിലിറ്റി ആണ്. ഡിവൈഡിങ് ബൈ mu 0, അപ്പൊ നമുക്ക് എന്ത് കിട്ടി? mu equal to mu 0 1 plus chi കിട്ടി. Just divide that expression by mu 0. Mu 0 വെച്ച് ഡിവൈഡ് ചെയ്യുന്നു. Now we have mu by mu 0 equal to 1 plus chi. What is mu by mu 0? Mu by mu 0 എന്ന് പറഞ്ഞാൽ എന്താണ്? We know mu by mu 0 is the relative permeability, or we studied that relative permeability is defined as the ratio between the permeability of that material to the permeability of air. So we can replace mu by mu 0 by mu r, which is relative permeability. So we get an expression which is connecting relative permeability and susceptibility of a material. ഒരു മെറ്റീരിയലിന്റെ relative permeability susceptibility റിലേറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ അതിനെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു എക്സ്പ്രഷൻ നമുക്ക് ഇപ്പൊ കിട്ടി. എന്താണ്?
mu r, relative permeability equal to 1 plus chi. What is chi? Chi is the susceptibility of material. ഇതൊരു ഇമ്പോർട്ടൻ്റ് ഡെറിവേഷൻ ആണ്. നിങ്ങൾ ചിലപ്പം പ്ലസ് ടുവിൽ പഠിച്ചിട്ടുണ്ടാവും, എനിക്ക് അത്ര ഉറപ്പില്ല, എങ്കിലും ഇത് നിങ്ങൾ പഠിച്ചു വെക്കുക. സിമ്പിൾ ഡെറിവേഷൻ ആണ്. അതായത് ആദ്യം വാട്ട് ഈസ് ദ ടോട്ടൽ ഫ്ലക്സ് ഡെൻസിറ്റി ഇൻസൈഡ് ദാറ്റ് മെറ്റീരിയൽ, ഇത് മാത്രം പഠിച്ചാൽ മതി. ഇറ്റ് ഈസ് ഗിവൺ ബൈ mu 0 h പ്ലസ് എം, ദെൻ ഡിവൈഡ് ഇറ്റ് ബൈ എച്ച്. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ ഓരോ ടേംസും പഠിക്കുമ്പോൾ ഈ ബി ബൈ എച്ച് എന്താണ്, എം ബൈ എച്ച് എന്താണെന്ന് നിങ്ങൾക്ക് ഓർമ്മയുണ്ടെങ്കിൽ ഈ ഡെറിവേഷൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ബി ബൈ എച്ച് ഈക്വൽ ടു മ്യൂ, എം ബൈ എച്ച് ഈക്വൽ ടു കൈ. ജസ്റ്റ് ബൈ some rearrangement we will get that mu r equal to 1 plus chi. ഓക്കെ, സോ ആ ഡെറിവേഷൻ പഠിച്ചു നിങ്ങൾ. അപ്പോൾ നമ്മൾ ഇത്രയും സമയം പഠിച്ചത് എന്താണ്, ചില ഒരു മെറ്റീരിയലിൻ്റെ മാഗ്നറ്റിക് പ്രോപ്പർട്ടീസിനെ ഡിഫൈൻ ചെയ്യുന്ന ടേംസ്, കൂടാതെ അതിൽ ചിലത് തമ്മിലുള്ള റിലേഷൻ പഠിച്ചു. നൗ കൂടാതെ എന്താണ് മാഗ്നറ്റൈസേഷൻ എന്ന് പഠിച്ചു. അതായത് ഒരു മെറ്റീരിയലിനെ നമ്മൾ എക്സ്റ്റേണൽ ഫീൽഡിൽ പ്ലേസ് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യും, അതിന് പല ഡയറക്ഷൻ റാൻഡമായിട്ട് ഓറിയൻറ്റ് ചെയ്തിരിക്കുന്ന മാഗ്നറ്റിക് മൊമെൻറ്റ്സ്, ഓരോ ആറ്റത്തിൻ്റെ മാഗ്നറ്റിക് മൊമെൻറ്റ്സ് ഒരു ഡയറക്ഷനിലേക്ക് അലൈൻ ചെയ്യാൻ ശ്രമിക്കും. അതാണ് മാഗ്നറ്റൈസേഷൻ ഒക്കെ പഠിച്ചു. Now we are going to classify the magnetic materials, or based on the materials, how materials react to a magnetic field. നമ്മൾ ഒരു മെറ്റീരിയലിനെ എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡിൽ പ്ലേസ് ചെയ്ത് കഴിയുമ്പോൾ ഇത് ഈ മാഗ്നറ്റിക് ഫീൽഡിനോട് എങ്ങനെ റെസ്പോണ്ട് ചെയ്യുന്നു, ഇതിനെ ബേസ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, മെറ്റീരിയലിനെ ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. ഓർ മാഗ്നറ്റിക് പ്രോപ്പർട്ടീസ് ആർ ഇൻഡ്യൂസ്ഡ് ഇൻ എ മെറ്റീരിയൽ ഇൻ പ്രസൻസ് ഓഫ് ആൻ എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡ്. ഒരു എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡ് പ്ലേസ് ചെയ്യുന്ന സമയത്ത് ഒരു മെറ്റീരിയലിന് മാഗ്നറ്റിക് പ്രോപ്പർട്ടീസ് ഇൻഡ്യൂസ് ചെയ്യപ്പെടും. അതിൻ്റെ മാഗ്നറ്റിക് മൊമെൻറ്റ് ഇൻക്രീസ് ചെയ്യും, ഒരു സിഗ്നിഫിക്കൻറ്റ് മാഗ്നറ്റിക് മൊമെൻറ്റ് കിട്ടും. അതിൻ്റെ അർത്ഥം കറസ്പോണ്ടിംഗ്ലി മാഗ്നറ്റൈസേഷൻ നടക്കും, അല്ലെങ്കിൽ ഒരു ഇൻറ്റൻസിറ്റി ഓഫ് മാഗ്നറ്റൈസേഷൻ ഉണ്ടാവും. കറസ്പോണ്ടിംഗ്ലി അതിന് ഒരു മാഗ്നറ്റിക് ഫീൽഡ് ക്രിയേറ്റ് ചെയ്യപ്പെടും. സോ it is called magnetization, and based on different magnetic properties or how they behave in the presence of external magnetic field, or external magnetic field ഒരു മെറ്റീരിയൽ എങ്ങനെ ബിഹേവ് ചെയ്യുന്നു എന്നതിനെ ബേസ് ചെയ്തിട്ട് these materials are classified into three. The first one is diamagnetic, second one is paramagnetic, and third type is ferromagnetic. മെറ്റീരിയലിനെ നമ്മൾ മൂന്നായി ക്ലാസിഫൈ ചെയ്തു: diamagnetic, paramagnetic, ferromagnetic. The first one is they are called diamagnetic material, and we can call that phenomenon as diamagnetism. ആദ്യത്തെ ക്ലാസിഫിക്കേഷൻ ആണ് എന്ത്, ഡയാമാഗ്നറ്റിസം, ഓർ മെറ്റീരിയൽസ് ആർ കോൾഡ് ഡയാമാഗ്നറ്റിക് മെറ്റീരിയൽ. ഡയാമാഗ്നറ്റിക് മെറ്റീരിയൽസ് ആർ സബ്സ്റ്റൻസസ് വിച്ച് ഹാവ് എ ടെൻഡൻസി ടു മൂവ് ഫ്രം സ്ട്രോങ്ങർ ടു വീക്കർ മാഗ്നറ്റിക് ഫീൽഡ്. അതായത് ഒരു മാഗ്നറ്റിക് ഫീൽഡിൽ വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ വീക്കർ പാർട്ടിലേക്ക് മൂവ് ചെയ്യാൻ ടെൻഡൻസി കാണിക്കുന്ന മെറ്റീരിയൽസിനാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, they are called diamagnetic materials, or it gets repelled by an external field. ഒരു എക്സ്റ്റേണൽ ഫീൽഡ് വെക്കുന്ന സമയത്ത് തന്നെ അത് എന്ത് ചെയ്യും, അത് അതിനോട് റിപ്പൽ ചെയ്യും. അങ്ങനെയുള്ള മെറ്റീരിയൽസിനാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, we call such materials diamagnetic materials. And why this happens, എന്തുകൊണ്ടാണ് ഇത് റിപ്പൽഷൻ നടക്കുന്നത്? ബിക്കോസ് they are materials having even atomic number, so their orbital shells are completely filled and have no unpaired electrons. That means they are the materials, or they are the atoms which have even atomic number. ഓരോ മെറ്റീരിയലിന് അതിൻ്റെതായ ആറ്റോമിക് നമ്പർ ഉണ്ടാവുമല്ലോ. സോ ഡയാമാഗ്നറ്റിക് മെറ്റീരിയൽസ് എന്ന് പറയുന്നത് അതിന് ഈവൻ ആറ്റോമിക് നമ്പർ ആയിരിക്കും. സോ ബിക്കോസ് ഓഫ് ദിസ് ഈവൻ ആറ്റോമിക് നമ്പർ their orbital shells are completely filled. എങ്ങനെയാണ് ഓർബിറ്റൽ ഷെൽസിനെ ഫില്ല് ചെയ്യേണ്ടത്? 1s2 2s2 2p2, ഇതൊക്കെ നിങ്ങൾ കെമിസ്ട്രിയിൽ പഠിച്ചിട്ടുണ്ടാവും. സോ ഈവൻ ആറ്റോമിക് നമ്പർ വരുമ്പോൾ എന്ത് സംഭവിക്കും, ഈ ഓർബിറ്റൽസ് ഒക്കെ കംപ്ലീറ്റ്ലി ഫിൽഡ് ആയിരിക്കും. സോ ദർ വിൽ ബി നോ അൺപെയർഡ് ഇലക്ട്രോൺസ്. അൺപെയർഡ് ഇലക്ട്രോൺസ് ഈ ഡയാമാഗ്നറ്റിക് മെറ്റീരിയൽസിന്റെ കേസിൽ ഉണ്ടാവില്ല. These electrons in the orbitals are equivalent to current carrying loops and have magnetic moment. നമ്മൾ നേരത്തെ പറഞ്ഞ പോയിന്റാണ്. ഈ ഇലക്ട്രോൺസ് എന്ന് പറയുന്നത് കറണ്ട് ക്യാരിങ് ലൂപ്സ് ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം. അതായത് ഇലക്ട്രോൺസ് ഓൾ അറൗണ്ട് മൂവ് ചെയ്യുന്നുണ്ട്. ഇലക്ട്രോൺ മൂവ് ചെയ്യുന്നുണ്ടെങ്കിൽ കറസ്പോണ്ടിംഗ്ലി ഒരു മാഗ്നറ്റിക് മൊമെന്റ് ഉണ്ടാവും. സിൻസ് ദ മാഗ്നറ്റിക് മൊമെന്റ്സ് ആർ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ഫോർ പെയർ ഓഫ് ഇലക്ട്രോൺ, ദ റിസൾട്ടന്റ് മാഗ്നറ്റിക് മൊമെന്റ് ഇൻ ദ ആറ്റം ഓഫ് ഡയാമാഗ്നറ്റിക് മെറ്റീരിയൽ ഈസ് 0. സോ നമ്മൾ കണ്ടു എന്താണ്, ഓർബിറ്റിലൊക്കെ കംപ്ലീറ്റ്ലി ഫിൽഡ് ആയിരിക്കും, അൺപെയർഡ് ഇലക്ട്രോൺസ് ഉണ്ടാവില്ല. സോ ഓർബിറ്റിൽ കംപ്ലീറ്റ്ലി ഫിൽഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഓർബിറ്റലിൽ 2 ഇലക്ട്രോൺസ് ആയിരിക്കും, ഓപ്പോസിറ്റ് സ്പിന്നുള്ള 2 ഇലക്ട്രോൺസ് ആയിരിക്കും. സോ ഇതിന്റെ മാഗ്നറ്റിക് മൊമെന്റ്സ് എന്തായിരിക്കും, ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിരിക്കും. ഓരോ ഓർബിറ്റിൽ എടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഓരോ ഓർബിറ്റലിൽ 2 ഇലക്ട്രോൺസ് അല്ലേ, എന്താണ് ഹൈസൻബർഗ് അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ ഒക്കെ വെക്കുമ്പോൾ, പോളിസ് എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പിൾ ഒക്കെ വെച്ചിട്ട് there will be 2 electrons in a single shell. Then magnetic moments of these 2 electrons will be in opposite direction, so there will be cancel out.
ഓർബിറ്റിൽ 2 ഇലക്ട്രോൺസിന് ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിരിക്കും മാഗ്നറ്റിക് മൊമെന്റ്സ്. സോ അതുകൊണ്ട് തന്നെ അത് ക്യാൻസൽ ഔട്ട് ചെയ്യും. സോ ദ റിസൾട്ടന്റ് മാഗ്നറ്റിക് മൊമെന്റ് ഇൻ ദ ആറ്റംസ് ഓഫ് ഡയാമാഗ്നറ്റിക് മെറ്റീരിയൽ ഈസ് 0. സോ അതുകൊണ്ട് തന്നെ ഒരു ഡയാമാഗ്നറ്റിക് മെറ്റീരിയൽ എടുത്തു കഴിഞ്ഞാൽ അതിന്റെ റിസൾട്ടന്റ് മാഗ്നറ്റിക് മൊമെന്റ് 0 ആവും. Okay. But when an external magnetic field is applied, it will distort the orbital motion of electron. പക്ഷെ നമ്മൾ ഒരു എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡ് അപ്ലൈ ചെയ്യുമ്പോൾ അത് എന്ത് ചെയ്യും? ഈ ഇലക്ട്രോൺസിന്റെ സ്റ്റെബിലിറ്റിയെ ബാധിക്കും. ആസ് എ റിസൾട്ട് ദി ഇലക്ട്രോൺ ഹാവിംഗ് ഓർബിറ്റൽ മൊമെന്റ് ഇൻ സെയിം ഡയറക്ഷൻ ഓഫ് എക്സ്റ്റേണൽ ഫീൽഡ് സ്ലോ ഡൗൺ ആൻഡ് ദോസ് ഇൻ ദ ഓപ്പോസിറ്റ് ഡയറക്ഷൻ സ്പീഡ് അപ്പ്. നമ്മൾ എന്താണ് പഠിച്ചത്? ഈ ഷെൽസിലുള്ള അല്ലെങ്കിൽ ഓർബിറ്റൽസിലുള്ള ഈ 2 ഇലക്ട്രോൺസ് ആണെങ്കിൽ അതിന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിരിക്കും മാഗ്നറ്റിക് മൊമെന്റ്സ് എന്ന് പറഞ്ഞു. പക്ഷെ നമ്മളൊരു എക്സ്റ്റേണൽ ഫീൽഡ് അപ്ലൈ ചെയ്യുന്ന സമയത്ത്, എക്സ്റ്റേണൽ ഫീൽഡ് എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു ഡയറക്ഷനിലായിരിക്കുമല്ലോ എക്സ്റ്റേണൽ ഫീൽഡ്. സോ ആ ഡയറക്ഷനിൽ അലൈൻ ചെയ്തിരിക്കുന്ന ഇലക്ട്രോൺ അല്ലെങ്കിൽ ആ ഡയറക്ഷനിൽ മാഗ്നറ്റിക് മൊമെന്റ് എക്സിസ്റ്റ് ചെയ്യുന്ന ഇലക്ട്രോൺ എന്താണ്? It will speed up, or the intensity of magnetization or the magnetic moments will increase in that direction, and those in opposite direction will slow down. അതായത് നമ്മൾ ഫീൽഡ് അപ്ലൈ ചെയ്യുന്ന അതേ ഡയറക്ഷനിൽ മാഗ്നറ്റിക് മൊമെന്റ് ഉള്ള ഇലക്ട്രോൺസ് എന്ത് ചെയ്യും? അതിന്റെ മാഗ്നറ്റിക് മൊമെന്റ് ഇൻക്രീസ് ചെയ്യുകയും ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ അലൈൻ ചെയ്തിരിക്കുന്നതിന്റെ ഡിക്രീസ് ചെയ്യുകയും ചെയ്യും. Thus a net magnetic moment is produced in which opposes the applied magnetic field. അതുകൊണ്ട് തന്നെ ഒരു നെറ്റ് മാഗ്നറ്റിക് മൊമെന്റ് മെറ്റീരിയൽ പ്രൊഡ്യൂസ് ചെയ്യുകയും ആൻഡ് ഇറ്റ് വിൽ ഓപ്പോസസ് ദ അപ്ലൈഡ് മാഗ്നറ്റിക് ഫീൽഡ്. പക്ഷെ നമ്മൾ പറഞ്ഞു ഏത് മെറ്റീരിയൽ ആയാലും ലോവർ എനർജി സ്റ്റേറ്റിലേക്ക് വരാനാണ് ആഗ്രഹിക്കുന്നത്. ഇപ്പൊ ഞാനൊരു പെന്നെടുത്ത് ജസ്റ്റ് അതിനെ കൈ വിട്ടു കഴിഞ്ഞാൽ അത് നിലത്തേക്ക് വരാൻ എന്താ കാരണം? ഏത് മെറ്റീരിയൽ, ഏത് ഒബ്ജക്റ്റ് ആയാലും എനർജി ലോവസ്റ്റ് എനർജി ലെവൽ എക്സിസ്റ്റ് ചെയ്യാനാണ് ആഗ്രഹിക്കുന്നത്. ഇൻ ദിസ് കേസ് ഓൾസോ ദിസ് ഇലക്ട്രോൺസ്, ഈ മാഗ്നറ്റിക് മൊമെന്റ്സ് ഉള്ള ഇലക്ട്രോൺസും ഒരു എക്സ്റ്റേണൽ ഫീൽഡ് അപ്ലൈ ചെയ്യുമ്പം അതിന് ആ ഒരു ഡയറക്ഷനിലുള്ള ഇലക്ട്രോൺസ് ഒക്കെ ആ ഒരു ഡയറക്ഷനിലേക്ക് അലൈൻ ചെയ്യുമെങ്കിലും ഇറ്റ് വിൽ ട്രൈ ടു കം ബാക്ക് ടു ദ പ്രീവിയസ് സ്റ്റെബിലിറ്റി. അതിന് മുമ്പുണ്ടായിരുന്ന സ്റ്റെബിലിറ്റിയിലേക്ക് മൂവ് ചെയ്യാൻ അല്ലെങ്കിൽ തിരിച്ച് ആ ഓർബിറ്റൽ ഷെല്ലിലെ ഓപ്പോസിറ്റ് മാഗ്നറ്റിക് മൊമെന്റ്സ് ക്യാൻസൽ ഔട്ട് ചെയ്യാനുള്ള ശ്രമം, തിരിച്ചു വരാനുള്ള ടെൻഡൻസി മെറ്റീരിയൽസിനുണ്ടാവും. സോ ദിസ് ഈസ് വൈ ദിസ് മെറ്റീരിയൽസ് gets repelled by an external field, or this is why these materials have a tendency to move from stronger to weaker magnetic field. And examples of this material are copper, bismuth, lead, even water shows diamagnetic property. സോ നമ്മൾ പഠിച്ചത് എന്താണ് ഡയാമാഗ്നറ്റിസം, എന്താണ് വാട്ട് ഈസ് ഡയാമാഗ്നറ്റിസം? ഡയാമാഗ്നറ്റിസം ഓർ ഡയാമാഗ്നറ്റിക് മെറ്റീരിയൽസ് വിച്ച് ആർ മെറ്റീരിയൽസ് വിച്ച് ഹാവ് എ ടെൻഡൻസി ടു മൂവ് ഫ്രം സ്ട്രോങ്ങർ ടു വീക്കർ ഫീൽഡ്, ഓർ ഇറ്റ് ഗെറ്റ്സ് റിപ്പൽഡ് ബൈ എക്സ്റ്റേണൽ ഫീൽഡ്. Why they gets repelled by an external field, or why they are showing this property? This is because they are materials with even atomic number, അല്ലെങ്കിൽ even atomic number ഉള്ള മെറ്റീരിയൽസ് ആണ്. So that means they have no unpaired electrons. So all the electrons in the shells will have an opposite. അതായത് ഒരു സ്പിൻ അപ്പ് ഇലക്ട്രോൺ ഉണ്ടെങ്കിൽ സ്പിൻ ഡൗൺ ഇലക്ട്രോൺ ഉണ്ടാവും. അതിന്റെ അർത്ഥം എന്താ? മാഗ്നറ്റിക് മൊമെന്റ്സ് will get cancelled down. But on applying an external field, the electrons which have magnetic moments in the direction of applied field, അതായത് മാഗ്നറ്റിക് ഫീൽഡ് അപ്ലൈ ചെയ്ത മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷനിൽ മാഗ്നറ്റിക് മൊമെന്റ്സ് ഉണ്ടായിരുന്ന ഇലക്ട്രോൺസ് എന്ത് ചെയ്യും? It will intensify the magnetic field, or it will speed up, and those who are opposite will slow down. So it will create an temporary magnetization, or it will create a net magnetic moment in this material, but it tends to, or it tends to move from stronger to weaker field because it tends to come back to the previous state. മുമ്പുണ്ടായിരുന്ന സ്റ്റേറ്റിലേക്ക് വരാനുള്ള ടെൻഡൻസി മെറ്റീരിയൽ കാണിക്കും. So this is why this material have a tendency to move from stronger to weaker field. Example are copper, bismuth and such materials. So എന്താണ് ഡയാമാഗ്നറ്റിക് മെറ്റീരിയൽസ് എന്ന് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ആൻഡ് ഡയാമാഗ്നറ്റിക് മെറ്റീരിയൽ പഠിക്കുമ്പോൾ അതിനോട് ബന്ധപ്പെട്ട് നമ്മൾ പഠിക്കുന്ന ഒരു ഇമ്പോർട്ടൻറ്റ് തിയറിയാണ് ലാംഗവിൻസ് തിയറി ഓഫ് ഡയാമാഗ്നറ്റിസം. ലാംഗവിൻ എന്ന് പറയുന്ന സയന്റിസ്റ്റ്, ഹി തിയററ്റിക്കലി കാൽക്കുലേറ്റഡ് ദ സസെപ്റ്റിബിലിറ്റി ഓഫ് എ ഡയാമാഗ്നറ്റിക് മെറ്റീരിയൽ ടേക്കിംഗ് ദ മാഗ്നറ്റിക് മൊമെന്റ് പ്രൊഡ്യൂസ്ഡ് ഡ്യൂ ടു ഓർബിറ്റൽ മോഷൻ ഓഫ് ഇലക്ട്രോൺ. അതായത് ഇലക്ട്രോണിന്റെ ഓർബിറ്റൽ മോഷൻ കാൽക്കുലേറ്റ് ചെയ്തുകൊണ്ട്, അതായത് ഓരോ ഇലക്ട്രോണിന്റെ ആ ഓർബിറ്റൽ മോഷൻ കാൽക്കുലേറ്റ് ചെയ്ത്, അല്ലെങ്കിൽ അത് പ്രൊഡ്യൂസ് ചെയ്യുന്ന മാഗ്നറ്റിക് മൊമെന്റ് എത്രയാണ് കാൽക്കുലേറ്റ് ചെയ്ത് ലാംഗവിൻ എന്ത് ചെയ്തു? ഡയാമാഗ്നറ്റിക് മെറ്റീരിയലിന്റെ സസെപ്റ്റിബിലിറ്റി കണ്ടുപിടിക്കാൻ വേണ്ടിയുള്ള ഒരു ഇക്വേഷൻ ഫോർമുലേറ്റ് ചെയ്തു. And this is called Langevins theory of diamagnetism, and equation for susceptibility chi is given by mu 0 E square nz by 6m modulus of r square. ഇതാണ് സസെപ്റ്റിബിലിറ്റിക്ക് ലാംഗവിൻ കണ്ടുപിടിച്ച ഇക്വേഷൻ.
ഇതിപ്പോൾ നിങ്ങൾ കാണാതെ പഠിക്കുക എന്നുള്ള അല്ലാതെ വേറെ വഴിയൊന്നും ഞാൻ കാണുന്നില്ല. ആൻഡ് വാട്ട് ഈസ് ദ കമ്പോണൻസ് ഓഫ് ദിസ് ഇക്വേഷൻ? വി ഹാവ് എ mu zero. വി നോ വാട്ട് ഈസ് mu zero. Mu zero is the permeability of vacuum. And here we have n. N is the number of atoms per unit volume. അതായത് നമ്മൾ എടുക്കുന്ന മെറ്റീരിയലിന്റെ എത്ര ഒരു യൂണിറ്റ് വോളിയത്തിൽ എത്രത്തോളം ആറ്റംസ് ഉണ്ട്. ആൻഡ് z is the atomic number. Z is the നമ്മൾ what is the material we are dealing with, and z is the atomic number. And this modulus r square is the mean square distance of electrons from nucleus. ഓരോ ആറ്റംസ് എടുക്കുന്ന കേസിലും അതിന് ഇലക്ട്രോണിൽ നിന്ന് എത്രത്തോളം ഒരു ആവറേജ് ഡിസ്റ്റൻസ് ആണ്. വാട്ട് ഈസ് മീൻ സ്ക്വയർ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എല്ലാ ഇലക്ട്രോണിനും ഒരു വ്യത്യസ്ത ഡിസ്റ്റൻസ് ആയിരിക്കും. സോ മീൻ സ്ക്വയർ ഡിസ്റ്റൻസ് ഗിവ്സ് ആൻ ആവറേജ് ഡിസ്റ്റൻസ് ഓഫ് ഇലക്ട്രോൺസ് ഫ്രം ന്യൂക്ലിയസിൽ നിന്ന് ഇലക്ട്രോൺസിനുള്ള ദൂരം. ആൻഡ് we know E is the electronic charge and M is the mass of electron. So ഇതൊക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഓരോ മെറ്റീരിയലിന്റെ കേസിലും ഓരോ ഡയാമാഗ്നറ്റിക് മെറ്റീരിയലിന്റെ കേസിലും we can calculate what is the susceptibility of that material. Okay. Next one is paramagnetism. അടുത്ത class, next classification based on the magnetic properties of a material when they place in an external magnetic field is called paramagnetism or paramagnetic materials. Paramagnetic materials are materials which have a tendency to move from weak to strong magnetic field, or which are materials which are weakly magnetized in an external field. അതായത് ഒരു മാഗ്നറ്റിക് ഫീൽഡ് പ്ലേസ് ചെയ്യുമ്പം അത് വീക്ക് ടു സ്ട്രോങ് മാഗ്നറ്റിക് ഫീൽഡിലേക്ക് പോകാൻ ടെൻഡൻസി കാണിക്കുന്ന മെറ്റീരിയൽസിനാണ് നമ്മൾ എന്ത് പറയുന്നത്? പാരാമാഗ്നറ്റിക് മെറ്റീരിയൽസ്. ഡ്യൂ ടു ദ and why they show this tendency? Because due to the presence of unpaired electrons, their magnetic moments get aligned in direction of external field. എന്താണ് ഈ മെറ്റീരിയൽസിന്റെ കേസിൽ ഈവൻ അറ്റോമിക് നമ്പർ ആയിരിക്കില്ല. ആൻഡ് അതുകൊണ്ട് തന്നെ there will be presence of unpaired electron. There will be presence of unpaired electrons ഉണ്ടാവും. unpaired electrons ഉണ്ട് എന്നതിന്റെ അർത്ഥം there will be a net magnetic moment. അതായത് അത് ക്യാൻസൽ ഔട്ട് ചെയ്യാൻ വേറെ മാഗ്നറ്റിക് മൊമെന്റ്, ആ ഇലക്ട്രോണിന് ഒരു സർട്ടൻ മാഗ്നറ്റിക് മൊമെന്റ് ഉണ്ടാവും. അൺപെയ്ഡ് ഇലക്ട്രോൺ ഓരോ ആറ്റത്തിന്റെ കേസിലും കറസ്പോണ്ടിങ് ആയിട്ട് ഒരു മാഗ്നറ്റിക് മൊമെന്റ് ഉണ്ടാവും. സോ when that material is placed in a magnetic field, external magnetic field, it will get aligned in that field. So there will be a net magnetic moment in the direction of external field. So and the paramagnetic materials do not retain any magnetization in the absence of external field. നമ്മളൊരു external field അപ്ലൈ ചെയ്യുന്നില്ലെങ്കിൽ ഇതിന് പ്രത്യേകിച്ച് മാഗ്നറ്റൈസേഷൻ വാല്യൂസ് ഒന്നും ഉണ്ടായിരിക്കാൻ സാധ്യതയില്ല എന്നാണ് പറയുന്നത്. ദ പാരാമാഗ്നറ്റിക്, കാരണം നമ്മൾ ഒരു ബിക്കോസ് ഡ്യൂ ടു ദ പൊസിഷൻ ഓഫ് ദിസ് ഇലക്ട്രോൺ എന്ന് പറയുന്ന മാഗ്നറ്റിക് മൊമെന്റ്സ് റാൻഡംലി ഓറിയന്റഡ് ആണ്. സോ റാൻഡംലി ഓറിയന്റഡ് ആയതുകൊണ്ട് തന്നെ വി നോ മാഗ്നറ്റിക് മൊമെന്റ്സ് ആർ വെക്ടേഴ്സ് പലതും ക്യാൻസൽ ഔട്ട് ചെയ്യും. സോ ഇഫ് പ്ലേസ്ഡ് ഇൻ എക്സ്റ്റേണൽ ഫീൽഡ്, നമ്മളൊരു എക്സ്റ്റേണൽ ഫീൽഡിൽ വെച്ച് കഴിഞ്ഞാൽ ഈ എല്ലാ മൊമെന്റ്സും ഒരു ഡയറക്ഷനിൽ അലൈൻ ചെയ്യുന്നതുകൊണ്ട് തന്നെ വി ക്യാൻ സി എ നെറ്റ് മാഗ്നറ്റിക് മൊമെന്റ്. ആൻഡ് ഫോർ പാരാമാഗ്നറ്റിക് മെറ്റീരിയൽസ് സസെപ്റ്റിബിലിറ്റി ഈസ് പോസിറ്റീവ് ബട്ട് സ്മോൾ. സസെപ്റ്റിബിലിറ്റി പോസിറ്റീവ് ആണ്, പക്ഷെ വളരെ ചെറുതാണ്. ആൻഡ് ഓൾസോ റിലേറ്റീവ് പെർമിയബിലിറ്റി ഈസ് സ്ലൈറ്റ്ലി ഗ്രേറ്റർ ദാൻ 1. റിലേറ്റീവ് പെർമിയബിലിറ്റി 1-നേക്കാൾ കുറച്ച് വലുതാണ്. And examples for paramagnetic materials is lithium, magnesium, copper, chromium, platinum, and materials like that. So എന്താണ് പാരാമാഗ്നറ്റിക് മെറ്റീരിയൽ എന്ന് പഠിച്ചു. സോ they are materials which have a tendency to move from weak to strong magnetic field, or they are materials which are weakly magnetized in an external field, and this property is due to the presence of unpaired electrons. And due to presence of unpaired electrons, their magnetic moments get aligned in the direction of external field. So there will be an intrinsic magnetic moment. There will be a net magnetic moment built up in this material when placed in a field. So അൺപെയ്ഡ് ഇലക്ട്രോൺ പ്രസൻസ് ആണ്. സോ മാഗ്നറ്റിക് ഫീൽഡിൽ നമ്മൾ പ്ലേസ് ചെയ്യുന്ന സമയത്ത് ഒരു നെറ്റ് മാഗ്നറ്റിക് മൊമെന്റ് ഫീൽ ചെയ്യും. പക്ഷെ അതിൽ നിന്ന് എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡ് പ്രസന്റ് അല്ലെങ്കിൽ ഒരു സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള മാഗ്നറ്റിക് മൊമെന്റ് നമുക്ക് മെഷർ ചെയ്തെടുക്കാനും പറ്റില്ല. അങ്ങനെയുള്ള മെറ്റീരിയൽസിനെയാണ് നമ്മൾ പാരാമാഗ്നറ്റിക് മെറ്റീരിയൽസ് എന്ന് പറയുന്നത്. ആൻഡ് റിലേറ്റഡ് ടു പാരാമാഗ്നറ്റിക് മെറ്റീരിയൽസ് വി വാണ്ട് ടു സ്റ്റഡി ക്യൂറീസ് ലോ ആൻഡ് സസെപ്റ്റിബിലിറ്റി ഓഫ് പാരാമാഗ്നറ്റിക് മെറ്റീരിയൽസ്. പാരാമാഗ്നറ്റിക് മെറ്റീരിയൽസ് അതിനെക്കുറിച്ച് പഠിക്കുന്ന കൂട്ടത്തിൽ തന്നെ നമ്മൾ പഠിക്കേണ്ട ആവശ്യമുണ്ട്. എന്ത്? ക്യൂറീസ് ലോ ആൻഡ് സസെപ്റ്റിബിലിറ്റി ഓഫ് പാരാമാഗ്നറ്റിക് മെറ്റീരിയൽസ്. It says about Curie's law says about how the
സസെപ്റ്റിബിലിറ്റി ഓഫ് എ പാരാമാഗ്നറ്റിക് മെറ്റീരിയൽ വേരി വിത്ത് ടെമ്പറേച്ചർ. ടെമ്പറേച്ചർ മാറുന്നതനുസരിച്ച് ഒരു പാരാമാഗ്നറ്റിക് മെറ്റീരിയലിൻ്റെ സസെപ്റ്റിബിലിറ്റിയിൽ എന്ത് വേരിയേഷൻ ആണ് വരുന്നത്. സോ അക്കോർഡിംഗ് ടു ക്യൂറീസ് ലോ, the susceptibility of a paramagnetic material is inversely proportional to its temperature. Curie's law states that the susceptibility of a paramagnetic material is inversely proportional to its temperature. The temperature കുറയുന്നതനുസരിച്ച് എന്ത് ചെയ്യും? സസെപ്റ്റിബിലിറ്റി കൂടും ഒരു പാരാമാഗ്നറ്റിക് മെറ്റീരിയൽസിൻ്റെ കേസിൽ. അല്ലെങ്കിൽ ടെമ്പറേച്ചർ കൂടുന്നതനുസരിച്ച് സസെപ്റ്റിബിലിറ്റി കുറയും. അതാണ് ക്യൂറീസ് ലോ പറയുന്നത്. ഓർ susceptibility of this paramagnetic material is proportional to 1 by T, or susceptibility can be represented as susceptibility equal to C by T. So we replace this proportionality sign by a constant called Curie's temperature. Curie's temperature എന്ന് പറയുന്ന ഒരു കോൺസ്റ്റന്റ് വെച്ച് നമ്മൾ റീപ്ലേസ് ചെയ്തു. സോ നിങ്ങൾക്ക് ഇപ്പം മെറ്റീരിയൽസിൻ്റെ ക്ലാസിഫിക്കേഷനെ കുറിച്ച് എന്തായാലും നിങ്ങൾക്ക് ഒരു എസ്സേ ചോദിച്ചിരിക്കും. സോ ഈ ഒരു മൊഡ്യൂളിൽ എസ്സേ ചോദിക്കാൻ സാധ്യതയുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് ക്ലാസിഫിക്കേഷൻ ഓഫ് മെറ്റീരിയൽസ് ബേസ്ഡ് ഓൺ ദെയർ മാഗ്നറ്റിക് പ്രോപ്പർട്ടീസ്. സോ ഇത് പറഞ്ഞു വരുന്ന സമയത്ത് ഡയാമാഗ്നറ്റിക് മെറ്റീരിയൽസിനെ കുറിച്ച് പറയുക, അതിൻ്റെ പ്രോപ്പർട്ടി വേരിയേഷൻ എന്തൊക്കെയാണ് കാരണം എന്ന് പറയുക, ലാംഗമിൻസ് തിയറി നിങ്ങൾ ജസ്റ്റ് മെൻഷൻ ചെയ്യുക. ദെൻ വി ടോക്ക് അബൌട്ട് പാരാമാഗ്നറ്റിക് മെറ്റീരിയൽസ്. ദെൻ ഈ ക്യൂറീസ് ലോ സസെപ്റ്റിബിലിറ്റി വേരിയേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് പാരാമാഗ്നറ്റിക് മെറ്റീരിയൽസിനെ കുറിച്ച് നിങ്ങളൊരു എസ്സേ എഴുതുന്ന സമയത്ത്. ഓക്കെ, നെക്സ്റ്റ് വൺ ഈസ് ഫെറോമാഗ്നറ്റിസം. വാട്ട് ഈസ് ഫെറോമാഗ്നറ്റിസം? Ferromagnetic material is the materials which magnetization exists even after the removal of external field. അതായത് നമ്മൾ പറഞ്ഞ ഒരു മെറ്റീരിയൽ എക്സ്റ്റേണൽ ഫീൽഡിൽ വെച്ച് കഴിയുമ്പോൾ വാട്ട് ഹാപ്പൻസ്? മാഗ്നറ്റൈസേഷൻ നടക്കും. അതായത് അതിന് അതിൻ്റെതായ ഇൻട്രിൻസിക് മാഗ്നറ്റിക് പ്രോപ്പർട്ടീസ് കാണിക്കും ഡ്യൂ ടു ദ അലൈൻമെന്റ് ഓഫ് മാഗ്നറ്റിക് മൊമെന്റ്സ് ഫോർ ഈച്ച് ഇലക്ട്രോൺ ഓർ ആറ്റം. But ferromagnetic materials are materials in which magnetization exists even after removal of external field. ഇപ്പോൾ ഡയാമാഗ്നറ്റിക് മെറ്റീരിയൽസിൻ്റെ കേസിലായാലും പാരാമാഗ്നറ്റിക് മെറ്റീരിയൽസിൻ്റെ കേസിലായാലും എക്സ്റ്റേണൽ ഫീൽഡ് റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അതിൽ ഒരുപാട് മാഗ്നറ്റൈസേഷൻ നമുക്ക് ഒബ്സർവ് ചെയ്യാൻ പറ്റില്ല. പക്ഷേ ഫെറോമാഗ്നറ്റിക് മെറ്റീരിയൽസ് ദെയർ മാഗ്നറ്റൈസേഷൻ എക്സിസ്റ്റ് ഈവൻ ആഫ്റ്റർ റിമൂവൽ ഓഫ് എക്സ്റ്റേണൽ അപ്ലൈഡ് ഫീൽഡ്, or when they are placed in an applied field they are strongly magnetized in the direction of field. അല്ലെങ്കിൽ നമ്മളൊരു അപ്ലൈഡ് ഫീൽഡ് വെച്ച് കഴിയുമ്പോൾ ആ ഒരു ഡയറക്ഷനിൽ സ്ട്രോങ്ലി മാഗ്നറ്റൈസേഷൻ ഒബ്സർവ് ചെയ്യാൻ പറ്റും മാഗ്നറ്റിക് മെറ്റീരിയൽസിൻ്റെ കേസിൽ. വൈ? ബിക്കോസ് ഫസ്റ്റ് റീസൺ ഈസ് ദ a lot of unpaired electrons is we can see in the ferromagnetic materials. Ferromagnetic materialsൻ്റെ കേസിൽ നമുക്ക് ഒരുപാട് അൺപെയ്ഡ് ഇലക്ട്രോൺസ്. ഇപ്പോൾ ഫെറോമാഗ്നറ്റിക് മെറ്റീരിയൽസിന് നമ്മൾ എക്സാമ്പിൾ പറയുന്ന അയൺ, Fe. എക്സാമ്പിൾ ഞാൻ എഴുതാൻ മറന്നുപോയി. അയണിൻ്റെ ഒക്കെ കേസിൽ നമുക്കറിയാം, ഒരു വലിയൊരു ഷെല്ലിൻ്റെ കേസിൽ ഒരുപാട് ഇലക്ട്രോൺസ് അൺപെയ്ഡ് ആയിട്ട് നമുക്ക് ഒബ്സർവ് ചെയ്യാൻ പറ്റും. ഒരുപാട് ഇലക്ട്രോൺസ് അൺപെയ്ഡ് ആണെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? We have a lot of magnetic moments aligned in same direction. That means if we place that material in an external field, then all these unpaired electrons, ഈ unpaired electrons എല്ലാം ഈ applied ഫീൽഡിൻ്റെ ഡയറക്ഷനിൽ അലൈൻ ചെയ്തിരിക്കും. So there will be a significant, we are talking about there will be a significant magnetic moment in the case of these materials. And it is not only due to this atomic arrangements, but also ഡ്യൂ ടു ദ സർട്ടൈൻ റീജിയൻസ് ഇൻ മാഗ്നറ്റിക് ഡൊമൈൻസ്. ഈ ഒരു മെറ്റീരിയലിനുള്ളിൽ ഈ ഒരു കാരണം മാത്രമല്ല, കൂടാതെ വി ക്യാൻ ഒബ്സർവ് റീജിയൻസ് കോൾഡ് മാഗ്നറ്റിക് ഡൊമൈൻസ്. ഈ ഒരു അയൺ പോലെയുള്ള ഫെറോമാഗ്നറ്റിക് മെറ്റീരിയൽസിൽ നമ്മൾ ഒബ്സർവ് ചെയ്യുന്ന സമയത്ത് നമുക്ക് വി ക്യാൻ ഒബ്സർവ് റീജിയൻസ് കോൾഡ് മാഗ്നറ്റിക് ഡൊമൈൻസ്. വാട്ട് ആർ മാഗ്നറ്റിക് ഡൊമൈൻസ്? എന്താണ് മാഗ്നറ്റിക് ഡൊമൈൻസ് എന്ന് പറഞ്ഞാൽ? ദാറ്റ് മീൻസ് ഇൻ ഈച്ച് ഡൊമൈൻ a very large number of atoms are aligned parallel to each other. ഓരോ ഡൊമൈനും നമ്മൾ ഒബ്സർവ് ചെയ്താൽ മനസ്സിലാവും ഒരുപാട് നമ്പർ ഓഫ് ആറ്റംസ് ആർ അലൈൻഡ് പാരലൽ ടു ഈച്ച് അതർ. പാരലൽ ആയിട്ട് അലൈൻ ചെയ്തിരിക്കുന്ന ഒരുപാട് ഡൊമൈൻസ് നമുക്ക് ഫെറോമാഗ്നറ്റിക് മെറ്റീരിയൽ ഒബ്സർവ് ചെയ്യാൻ പറ്റും. സോ ദ മാഗ്നറ്റിക് ഫോഴ്സ് വിത്തിൻ ദ ഡൊമൈൻ ഈസ് വെരി സ്ട്രോങ്. സോ ഒരു ഡൊമൈനിൽ എല്ലാ ആറ്റംസും പാരലലി അറേഞ്ച്ഡ് ആണ്. അതിൻ്റെ അർത്ഥം എന്താ? ആ ആറ്റത്തിന്റെ മാഗ്നറ്റിക് മൊമെന്റ്സ് ഒക്കെ ആഡപ്പ് ചെയ്യുന്നു. പാരലലി അറേഞ്ച്ഡ് എന്ന് പറഞ്ഞാൽ ഒന്നും ക്യാൻസൽ ഔട്ട് ചെയ്യൂല, എല്ലാം ഒരേ ഡയറക്ഷനിലായിരിക്കും. സോ അതൊക്കെ ആഡപ്പ് ചെയ്യുമ്പോൾ വലിയൊരു മാഗ്നറ്റിക് മൊമെന്റ്. സോ ദാറ്റ് മീൻസ് the magnetic force in each domain is strong. And before magnetization or before placing in a magnetic field, these domains are randomly arranged. ഓരോ ഡൊമൈനും എന്താ randomly arranged ആയിരിക്കും. But on applying magnetic field, all domains of the materials are aligned, which is known as magnetically saturated. ഒരു എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡ് അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഈ മാഗ്നറ്റിക് ഡൊമൈൻസ് ഒക്കെ ഒരേ ഡയറക്ഷനിൽ അലൈൻ ചെയ്യുകയും
എന്ത് സംഭവിക്കും? There will be, then we can observe a high intensity of magnetization in this material, and this condition is called magnetically saturated. ഈ ഒരു കണ്ടീഷനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? Magnetically saturated എന്ന് പറയുന്നത്. And also, due to this high magnetization or high value of magnetic moment, these magnetic materials have high susceptibility and relative permeability. അതുകൊണ്ട് തന്നെ ഈ മെറ്റീരിയൽസിന് എന്താവും? ഹൈ സസെപ്റ്റിബിലിറ്റി ആൻഡ് റിലേറ്റീവ് പെർമിയബിലിറ്റി ഉണ്ടാവും. സോ വാട്ട് ഈസ് ഫെറോമാഗ്നറ്റിസം? ഫെറോമാഗ്നറ്റിസം എന്ന് പറഞ്ഞാൽ എന്താണ്? ഫെറോമാഗ്നറ്റിക് മെറ്റീരിയൽ എന്ന് പറയുന്നത് നമ്മൾ ഈവൻ ആഫ്റ്റർ റിമൂവിങ് എക്സ്റ്റേണൽ ഫീൽഡ്, ദിസ് മെറ്റീരിയൽ magnetization exists in this material, or the ferromagnetic materials are the materials which are strongly magnetized by the external field. They show this property because of the availability of unpaired electrons and the presence of magnetic domains. Unpaired electrons in the presence കൂടാതെ magnetic domains എന്ന് പറയുന്ന റീജിയൻസും ഈ മെറ്റീരിയൽ ഉള്ളതുകൊണ്ടാണ് ഈ മാഗ്നറ്റിക് പ്രോപ്പർട്ടി ഇത് കാണിക്കുന്നത്. വാട്ട് ഈസ് മാഗ്നറ്റിക് ഡൊമൈൻസ്? മാഗ്നറ്റിക് ഡൊമൈൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? there are certain regions in which the atoms are aligned parallel to each other. അതെന്ന് പറയുന്നത് മെറ്റീരിയലിലുള്ള certain regions ആണ്. അതിന്റെ പ്രത്യേകത എന്താണ്? അതിനുള്ളിലെ ആറ്റംസ് ഒക്കെ ഒരേ ഡയറക്ഷനിൽ അലൈൻ ചെയ്തിരിക്കും. സോ there will be a significant magnetic moment, and applying an external field, all the magnetic domains will align in same direction, and the intensity of magnetization will be high, or the material will be highly magnetized. കൂടാതെ ഫെറോമാഗ്നറ്റിസം പഠിക്കുമ്പോൾ നമ്മൾ കൂടെ പഠിക്കേണ്ട ഒരു ലോ ആണ് ക്യൂറി-വീസ് ലോ. സോ ക്യൂറി-വീസ് ലോ പഠിക്കുന്നതിന് മുമ്പ് വി വാണ്ട് ടു നോ വാട്ട് ഈസ് ക്യൂറീസ് ടെമ്പറേച്ചർ. സോ പാരാമാഗ്നറ്റിക് മെറ്റീരിയൽ പഠിക്കുമ്പോൾ നമ്മളൊരു ക്യൂറീസ് ലോ പഠിച്ചു. അതിലൊരു ക്യൂറീസ് ടെമ്പറേച്ചർ ഉണ്ട്, പക്ഷെ അതല്ല ഇവിടുത്തെ ക്യൂറീസ് ടെമ്പറേച്ചർ. ഹിയർ ക്യൂറി ടെമ്പറേച്ചർ ഈസ് ദ ടെമ്പറേച്ചർ എബവ് വിച്ച് എ ഫെറോമാഗ്നറ്റിക് മെറ്റീരിയൽ ബിക്കം പാരാമാഗ്നറ്റിക്. ക്യൂറീസ് ടെമ്പറേച്ചർ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ ക്രിട്ടിക്കൽ ടെമ്പറേച്ചർ, and above that temperature a ferromagnetic material will become paramagnetic. If Curie's temperature എന്ന് പറയുന്നത് ഒരു ക്രിട്ടിക്കൽ ടെമ്പറേച്ചർ ആണ്. നമ്മളൊരു ഫെറോമാഗ്നറ്റിക് മെറ്റീരിയലിനെ ചൂടാക്കി കഴിഞ്ഞാൽ, if we heat a material, then after that temperature, after reaching this Curie's temperature, this ferromagnetic material will turn into a paramagnetic material. ഈ ടെമ്പറേച്ചർ കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ഈ ഫെറോമാഗ്നറ്റിക് മെറ്റീരിയൽ ഒരു പാരാമാഗ്നറ്റിക് മെറ്റീരിയൽ ആയിട്ട് മാറും. and that critical temperature is Curie's temperature. And what is Curie-Weiss law? എന്താണ് Curie-Weiss law പറയുന്നത്? എന്താണ്? Above Curie temperature, the magnetic susceptibility of a ferromagnetic material is inversely proportional to T minus Tc. അതായത് എന്താ, ക്യൂറി ടെമ്പറേച്ചർ കടന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫെറോമാഗ്നറ്റിക് മെറ്റീരിയലിന്റെ സസെപ്റ്റിബിലിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു T minus Tc. വാട്ട് ഈസ് T? T is the temperature. ഏതാണോ ടെമ്പറേച്ചർ ആ ഒരു ടെമ്പറേച്ചർ ആണ്. ആൻഡ് TC is the Curie's temperature. നമ്മളിവിടെ പറഞ്ഞ Curie's temperature ഉണ്ടല്ലോ, അതായത് ഒരു ഫെറോമാഗ്നറ്റിക് മെറ്റീരിയൽ പാരാമാഗ്നറ്റിക് പ്രോപ്പർട്ടി കാണിച്ചു തുടങ്ങുന്ന ടെമ്പറേച്ചർ, അതാണ് TC, Curie's temperature. സോ Curie-Weiss law ഇറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് പരീക്ഷയ്ക്കൊക്കെ ചോദിക്കുന്ന സംഭവമാണ്. ഇതാണ് സിമ്പിൾ ലോ ആണ്. അതായത് above Curie temperature, the magnetic susceptibility of a ferromagnetic material is inversely proportional to T minus Tc, or magnetic susceptibility chi can be represented as it is equal to C by T minus Tc. T is the temperature, നമ്മൾ ഏത് ടെമ്പറേച്ചർ ആണോ ഡീൽ ചെയ്യുന്നത് ആ ടെമ്പറേച്ചർ. Tc is the Curie's temperature, and C is called Curie's constant. സോ എന്താണ് Curie-Weiss law എന്ന് മനസ്സിലായിട്ടുണ്ടാവും. സോ ഇതൊക്കെയാണ് നമ്മൾ ഇന്ന് പഠിച്ചിട്ട്. സോ വി ക്ലാസിഫൈ ദ മെറ്റീരിയൽസ് ബേസ്ഡ് ഓൺ ദ ഹൗ ദേ റെസ്പോണ്ട് ടു എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡ്. ഒരു എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡിനോട് എങ്ങനെ റെസ്പോണ്ട് ചെയ്യുന്നു എന്നതിനെ ബേസ് ചെയ്ത് നമ്മൾ എന്ത് ചെയ്തു? മെറ്റീരിയൽസിനെ ക്ലാസിഫൈ ചെയ്തു. ഫസ്റ്റ് വൺ ഈസ് ഡയാമാഗ്നറ്റിക് മെറ്റീരിയൽസ്. അത് എന്താണെന്ന് പഠിച്ചു, അതിന് കാരണം നമ്മൾ പഠിച്ചു, അതിന് കുറച്ച് എക്സാമ്പിൾ പഠിച്ചു. അതിന് കറസ്പോണ്ടിങ്, സോ റിലേറ്റഡ് ടു ദാറ്റ് we studied Langevins theory of diamagnetism. He calculated how to calculate the susceptibility of certain material. ഒരു മെറ്റീരിയലിന്റെ സസെപ്റ്റിബിലിറ്റി എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം, മാഗ്നറ്റിക് സസെപ്റ്റിബിലിറ്റി എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാമെന്ന് ഒരു ഇക്വേഷൻ ലാംഗെവിൻ പ്രൊപ്പോസ് ചെയ്തു. അതാണ് ലാംഗെവിൻസ് തിയറി ഓഫ് ഡയാമാഗ്നറ്റിസം. നെക്സ്റ്റ് വൺ ഈസ് പാരാമാഗ്നറ്റിസം. പാരാമാഗ്നറ്റിക് മെറ്റീരിയൽസ് എന്താണെന്ന് പഠിച്ചു, അതിൻ്റെ റീസൺസ് പഠിച്ചു, എക്സാമ്പിൾസ് പഠിച്ചു. ആൻഡ് റിലേറ്റഡ് ടു പാരാമാഗ്നറ്റിക് മെറ്റീരിയൽസ് വി സ്റ്റഡിഡ് അബൌട്ട് Curie's law, or how the susceptibility of a paramagnetic material vary with the temperature. ടെമ്പറേച്ചർ വേരി ചെയ്യുമ്പോൾ എങ്ങനെയാണ് ഒരു പാരാമാഗ്നറ്റിക് മെറ്റീരിയലിന്റെ സസെപ്റ്റിബിലിറ്റി വേരി ചെയ്യുന്നത്, അതാണ് Curie's law പറയുന്നത്. നെക്സ്റ്റ് അറ്റ് ലാസ്റ്റ് വി സ്റ്റഡിഡ് അബൌട്ട് ഫെറോമാഗ്നറ്റിക് മെറ്റീരിയൽസ്.
ഫെറോമാഗ്നറ്റിക് മെറ്റീരിയൽസ് എന്ന് പറയുന്നത് സ്ട്രോങ്ലി മാഗ്നറ്റൈസ് ചെയ്യുന്ന, അല്ലെ നമ്മൾ അയൺ പോലെയുള്ള സബ്സ്റ്റൻസ് നമുക്കറിയാം ഒരു മാഗ്നറ്റിന്റെ അടുത്ത് വെച്ചാൽ അതിനോട് എങ്ങനെ റെസ്പോണ്ട് ചെയ്യുന്നുണ്ട്. സോ മാഗ്നറ്റൈസ് ചെയ്ത് കഴിഞ്ഞാൽ ഹൈലി മാഗ്നറ്റൈസേഷൻ ഉള്ള വിച്ച് ഹാവ് ഹൈ ഇന്റൻസിറ്റി ഓഫ് മാഗ്നറ്റൈസേഷൻ, സച്ച് മെറ്റീരിയൽസ് ആർ കോൾഡ് ഫെറോമാഗ്നറ്റിക് മെറ്റീരിയൽസ്. അതിന് കാരണം നമ്മൾ പഠിച്ചു, പ്രസൻസ് ഓഫ് ഡൊമൈൻസ് ഒക്കെ നമ്മൾ പഠിച്ചു. ആൻഡ് related to that we studied Curie's law. And what is Curie temperature? What is Curie's temperature എന്താണെന്ന് പഠിച്ചു. It is the critical temperature in which a ferromagnetic material become paramagnetic. And we studied about Curie's law, or how the susceptibility of this material changes with respect to temperature. അല്ലെങ്കിൽ ഒരു മെറ്റീരിയൽ ഫെറോമാഗ്നറ്റിക് മെറ്റീരിയൽ പാരാമാഗ്നറ്റിക് ആയി കഴിയുമ്പോൾ അതിന്റെ സസെപ്റ്റിബിലിറ്റി എങ്ങനെ ടെമ്പറേച്ചറിനോട് വിത്ത് റെസ്പെക്ട് ടു ടെമ്പറേച്ചർ, how the susceptibility of that material will be varying. സോ ഇതൊക്കെയാണ് നമ്മൾ ഇന്ന് പഠിച്ച കാര്യങ്ങൾ. സോ ഇന്ന് നമ്മൾ നാനോ ടെക്നോളജിയുടെ അവസാന ഭാഗങ്ങൾ പഠിച്ചു. എന്താണ് നാനോ ടെക്നോളജിയുടെ പ്രോപ്പർട്ടി വേരിയേഷൻസ് പഠിച്ചു ആദ്യം. അത് കഴിഞ്ഞ് അപ്ലിക്കേഷൻസ്, വി സ്റ്റഡിഡ് അബൌട്ട് ദി അപ്ലിക്കേഷൻസ് ഓഫ് നാനോ ടെക്നോളജി. ആഫ്റ്റർ ദാറ്റ് വി എൻറ്റേർഡ് ഇൻ ടു മൊഡ്യൂൾ 4. മൊഡ്യൂൾ 4ന്റെ ടോപ്പിക് എന്തായിരുന്നു? മാഗ്നറ്റിക് മൊഡ്യൂൾ 4ന്റെ ടോപ്പിക് മാഗ്നറ്റിസം ആൻഡ് ഇലക്ട്രോമാഗ്നറ്റിക് തിയറി. സോ വി സ്റ്റഡിഡ് അബൌട്ട് വാട്ട് ഈസ് ഇലക്ട്രിക് ഫീൽഡ്, വിറ്റ് ഈസ്, നമ്മൾ ആദ്യം ചില ബേസിക്സ് ആണ് ഡിസ്കസ് ചെയ്തത്. എന്താണ് ഇലക്ട്രിക് ഫീൽഡ്, എന്താണ് മാഗ്നറ്റിക് ഫീൽഡ്, മാഗ്നറ്റിക് ഫീൽഡിനെ എങ്ങനെ ക്വാണ്ടൈസ് ചെയ്യും, എന്താണ് മാഗ്നറ്റിക് ഫ്ലക്സ് ഡെൻസിറ്റി, അതൊക്കെ പഠിച്ചു. നെക്സ്റ്റ് വി ഡിസ്കസ്ഡ് അബൌട്ട് ത്രീ ഇമ്പോർട്ടൻറ്റ് ബേസിക്സ് ലോസ് വിച്ച് ഡിഫൈൻസ് മാഗ്നറ്റിസത്തെ ഡിഫൈൻ ചെയ്യുന്ന 3 ഇമ്പോർട്ടൻറ്റ് ലോസ് പഠിച്ചു. First one is Gauss's law for magnetic flux, second one ambient circuit law, third one is Faraday's law. Then we discussed about certain magnetic properties of material. ഒരു മെറ്റീരിയലിന്റെ മാഗ്നറ്റിക് പ്രോപ്പർട്ടീസിനെ ഡിഫൈൻ ചെയ്യാൻ ഉപയോഗിക്കുന്ന ടേംസിനെ കുറിച്ചാണ് നമ്മൾ പഠിച്ചത്. മാഗ്നറ്റിക് മൊമെന്റ്, പോൾ സ്ട്രെങ്ത്, intensity of magnetization, field intensity, susceptibility, permeability. Next we studied about the relation between the relative permeability and susceptibility. Relative permeability susceptibility തമ്മിലുള്ള റിലേഷൻ പഠിച്ചു. അത് കഴിഞ്ഞ് എങ്ങനെ ഒരു മെറ്റീരിയൽ, ഒരു എക്സ്റ്റേണൽ ഫീൽഡിനോട് ഒരു മെറ്റീരിയൽ എങ്ങനെ റെസ്പോണ്ട് ചെയ്യുന്നു എന്നതിനെ ബേസ് ചെയ്ത് എന്ത് ചെയ്തു, നമ്മൾ മെറ്റീരിയൽസിനെ ക്ലാസിഫൈ ചെയ്തു ഇൻറ്റു 3: ഡയാമാഗ്നറ്റിക്, പാരാമാഗ്നറ്റിക്, ഫെറോമാഗ്നറ്റിക്. അതാണ് നമ്മളിപ്പോൾ ലാസ്റ്റ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. ഓക്കെ, സോ ഈ ക്ലാസ് എടുത്താൽ ഈ പറഞ്ഞതിൽ ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. എല്ലാവർക്കും എല്ലാം മനസ്സിലായി തോന്നുന്നു. ഓക്കെ, സോ നിങ്ങളുടെ സീരിയസ് എക്സാം 2-ന് ഈ പറഞ്ഞ ടോപ്പിക്കൊക്കെ ഉണ്ടാവും. സോ ഈ ലോസ് ഒക്കെ ഇപ്പോൾ പഠിക്കല്ലാതെ വേറെ വഴിയൊന്നുമില്ല. അപ്പോൾ ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കുക. ഈ പറഞ്ഞ ടേംസ് ഒന്നും ഫുൾ, ഈ മാഗ്നറ്റിക് ടേംസ് ഒന്നും മൊത്തം കംപ്ലീറ്റ് ആയിട്ട് കാണാപ്പാടാൻ പഠിക്കണ്ട. പക്ഷേ ഈ പറഞ്ഞ ലോസ്, ഡെറിവേഷൻ, ക്ലാസിഫിക്കേഷൻ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഈ പാരാമാഗ്നറ്റിക്, ഡയാമാഗ്നറ്റിക്, ആ ഒരു ക്ലാസിഫിക്കേഷൻ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങളുടെ സെമസ്റ്റർ എക്സാമിനൊക്കെ ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു സംഭവമാണ്. സോ നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ഒരു സ്ലൈഡ് ഷോ നിങ്ങൾക്ക് അയച്ചു തരാം. പിന്നെ നോട്ട് ഉണ്ട്, പിന്നെ ടെസ്റ്റ് ഒക്കെ നിങ്ങൾ വായിക്കുക. ഓക്കെ, സോ ഡൗട്ട് ഒന്നും ഇല്ലെങ്കിൽ അറ്റൻഡൻസ് പറഞ്ഞോ, ഒന്നും കൂടി അറ്റൻഡൻസ് പറഞ്ഞോ. Roll number 1 present. Roll number 2 present. Roll number 3 present. 4 present. 5 present.